അമേരിക്കക്കെതിരെ അറബ് രാജ്യങ്ങളെ ഏകോപിപ്പിക്കാനും ഫലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളെ വലിച്ചടുപ്പിക്കാനും ഇറാന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് ഇറാന് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട റോള്, എന്തൊക്കെയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കാര്യം പറയുന്നത് 2000 കിലോമീറ്റർ വൈദൂരമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏകദേശ ദൂരം കണക്കാക്കുന്നത്. അവർ രാജ്യാതിർത്തി പങ്കിടുന്നവരല്ല. ഇസ്രായേലിന്റെ അതിർത്തിയുമായിട്ട് ഇറാന് യാതൊരു പങ്കാളിത്തവുമില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിപുലീകരിക്കാൻ, സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് അറബ് രാജ്യങ്ങളുടെ പേര് പറഞ്ഞതിൽ ഇറാന്റെ പേരുമില്ല. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇനി യുദ്ധവുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സൗദി അറേബ്യയുമായി വലിയ രീതിയിലുള്ള ബന്ധമുള്ള രാജ്യമാണ്. ഒരേ ഭാഷ സംസാരിക്കുന്നു, ഒരേ ഭാഷ എന്ന് പറയാൻ ഒരേ സ്ലാങ് ഭാഷ സംസാരിക്കുന്നു. അവർ തമ്മിൽ വലിയ സൗഹൃദവും ബന്ധവുമാണ്. രാജ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ഏകോപനത്തിലെത്താൻ ഒരു കാലത്തും അറബ് രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നൊരു പോരായ്മ നിലനിൽക്കുന്നു. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യമാകുന്നതിനോട് കുറച്ചു മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഫലസ്തീന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏറ്റുമുട്ടലുകളും പ്രശ്നങ്ങളും സങ്കീർണമാകുന്നതിന്റെ മധ്യയാണ് ആ രാജ്യം സ്വാതന്ത്ര്യമായി എന്ന് ആ രാജ്യം തന്നെ പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നത് ബ്രിട്ടീഷുകാരാണ് ഇത് പ്രഖ്യാപിച്ചതെങ്കിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട അവർ തന്നെയാണ്. അതിന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പിന്തുണ നൽകി. 1967 ഇതിനെതിരെ ഒരു മാരകമായിരിക്കുന്ന യുദ്ധം അറേബ്യൻ മേഖലയിലുണ്ടായി, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുണ്ടായി. അതാണ് അറബ് ഇസ്രായേൽ വാറായിട്ട് കണക്കാക്കുന്നത്. ഈ 6 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ലെബനാൻ, ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഈ 4 രാജ്യങ്ങൾ പ്രധാനമായി. ഇറാഖും ഇറാനും അതിന് പിന്തുണയും നൽകി. പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടത് അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇതിൽ ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന് മറുപടിയും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുമായി വലിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം മുടക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ വിജയിക്കുക പ്രയാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സംഭവ യുദ്ധം ചെയ്തത് ഇസ്രായേൽ ആണെങ്കിലും അതിന്റെ പിന്നാമ്പുറം അമേരിക്ക പ്രവർത്തിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. മാത്രവുമല്ല, ഈ യുദ്ധത്തോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങളുമായി രഹസ്യമായിട്ട് അമേരിക്ക ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതും, ഇവരുമായിട്ട് സഹകരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും അന്നത്തെ റിപ്പോർട്ടായിട്ടൊക്കെ പുറത്തു വന്നതാണ്. അതൊന്നും ഒരു വിവാദമായി അവസാനിച്ചിട്ടില്ല എന്ന് ചുരുക്കം. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ പറയപ്പെട്ട അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു. 6 ദിന യുദ്ധം 6 മണിക്കൂർ കൊണ്ട് അവസാനിച്ചു. വലിയ നാശനഷ്ടങ്ങളും വലിയ രീതിയിലുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധിക്കാനാവാത്ത വിധം തകർന്നടഞ്ഞു എന്നൊക്കെയാണ് അന്നത്തെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ എല്ലാ കാലത്തും ഇസ്രായേലുമായിട്ട് അകലം പാലിക്കുന്ന രാജ്യമാണ് ഇറാനും ഇറാഖും. ഇവർക്ക് ഇസ്രായേലിനോടും അമേരിക്കയോടും തത്തുല്യമായ രീതിയിൽ തന്നെ വൈരമുണ്ട്. അങ്ങനെ തന്നെയാണ് അതൊരു നീണ്ട രീതിയിലുള്ള ഒരു ചരിത്ര സംഭവമാണ്. അപ്പോൾ ഇറാഖ് കുറച്ചൊക്കെ അമേരിക്കയുമായിട്ട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും റൊണാൾഡ് റംസ്ഫീൽഡ് അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്ന സമയത്ത് ഇറാഖ് സന്ദർശിച്ചത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. യുദ്ധത്തോടനുബന്ധിച്ച് യുദ്ധം തുടങ്ങുന്നതിന്റെ ഇറാഖും അമേരിക്കയും യുദ്ധം തുടങ്ങുന്നതിന് ഏകദേശം ഒരു 6 മാസം മുമ്പ്, കുവൈറ്റും ഇറാഖും യുദ്ധം തുടങ്ങുന്നതിന് 6 മാസം മുമ്പ് സന്ദർശിച്ചായിരിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. ഒരു വലിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റഷ്യയുമായിട്ട് അങ്ങനെയും ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ബന്ധവും അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പതിറ്റാണ്ടുകളോളം സാമ്പത്തിക ഉപരോധം അനുഭവിച്ച രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പല രീതിയിലുള്ള പരിശോധനയും ആ രാജ്യത്ത് വന്നിട്ടുണ്ട്, പരിശോധന നടത്തിയിട്ടുണ്ട്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇറാഖിൽ നടത്തിയിട്ടുണ്ട്, ഇറാനിൽ നടത്തിയിട്ടുണ്ട്. ഇറാഖിൽ എന്തൊക്കെയോ കണ്ടെന്നൊക്കെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയൊക്കെയാണ് യുദ്ധം പ്രഖ്യാപിച്ചത്. പിന്നീട് ഞങ്ങൾ തെറ്റുപറ്റിയെന്ന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയായ സമയത്ത് അത് പറയുകയും ചെയ്തു. നമ്മൾ സംസാരിക്കുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ ലോകത്തിലെ സാമ്പത്തിക മേഖലയിൽ ഏകദേശം 35% മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പെട്രോളിയം ഖനിയാണെങ്കിലും സ്വർണ്ണ ഖനിയാണെങ്കിലും ആ മേഖലയിലൂടെയാണ് പോകുന്നത്.
ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, അമേരിക്ക തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുകയും അതിന് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ അറേബ്യൻ മേഖലയ്ക്കുണ്ടാകും ഉണ്ട് എന്നും മുൻപേ ഇറാൻ പറഞ്ഞതാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യ പുരോഗതിയിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒന്നാം സ്ഥാനത്താണ്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ അവർ വാശിയോടുകൂടി മത്സരം നടത്തുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവരുടെ രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും അതിർത്തി സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും അവർക്ക് ശക്തി കുറവാണ്. അങ്ങനെ ആ ശക്തി കുറവ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്ക അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ അമേരിക്ക സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഇടപെടലും സ്വാധീനവും എല്ലാ കാലത്തും ഉണ്ടാവും. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കണമെന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞതാണ്. പല ഘട്ടങ്ങളിലും അത് അറബ് രാജ്യങ്ങൾ അത് ഉൾക്കൊണ്ടതേയില്ല. അവർ എല്ലാ കാലത്തും അമേരിക്കയെ വിശ്വസിച്ചു. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക ഉണ്ട്, പിന്നെന്താണ് ഞങ്ങൾ പേടിക്കാനുള്ളത് എന്നുള്ളതായിരുന്നു. അമേരിക്കയുടെ സൈനികരായിരുന്നു അറേബ്യൻ രാജ്യങ്ങളിലെ പല സൈനികർക്കും പ്രാക്ടിക്കൽ നൽകിയിരുന്നത്. അപ്പോൾ അതുപോലും വളരെ കുറവായിരുന്നു എന്ന് ചുരുക്കം. ഈ യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ പ്രാക്ടിക്കൽ നൽകുന്നത് പല ഘട്ടത്തിൽ അമേരിക്കയുടെ സൈനികരാണ്. അവർക്ക് വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് അവരെ ഗവൺമെന്റ് സംരക്ഷിച്ചിരുന്നത്. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഭയപ്പാടും വലിയ രീതിയിലുള്ള നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഇറാന്റെ അഭിപ്രായം. ഇറാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ നയനിലപാടിനെ ശുദ്ധമായി വിമർശിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ ഇറാനുമായി യുദ്ധത്തിലേർപ്പെട്ടു എന്ന് തന്നെ പറയാം. പല രീതിയിൽ അസ്വാരസ്യങ്ങളും വിഷയകാര്യങ്ങളൊക്കെ ഇറാനുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും പരിഹാരം ഉണ്ടാവാത്ത രീതിയിൽ അതിൻ്റെതായിരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിന്നു ഇറാൻ. അറബ് രാജ്യങ്ങൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് പ്രശ്ന പരിഹാരങ്ങളോ ഇല്ലാത്ത രീതിയിൽ നീണ്ടുപോയി. അതിനിടയിലാണിപ്പോൾ ചൈന ഇടപെട്ടുകൊണ്ട് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയത്. അതോടുകൂടി ഇറാന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. പക്ഷേ അമേരിക്കയുമായിട്ട് അകന്നെങ്കിൽ മാത്രമേ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പുരോഗതി ഉണ്ടാവൂ എന്ന് വീണ്ടും ഇറാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു നിലക്കും അങ്ങനെ ഒന്നും ഉണ്ടായതേയില്ല. പിന്നീട് തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഒരു നിലപാട് അറബ് രാജ്യങ്ങൾ വലിയ രീതിയിൽ ആഘാതമായിട്ട് പ്രതിഫലിച്ചത്. അതിതാണ് ഗസക്കാര് സൗദി അറേബ്യ കൊണ്ടുപോവുകയും അവിടെ ഗസ എന്ന് പറയുന്ന രാജ്യം സൗദിയുടെ ഭൂപ്രദേശത്ത് ഉണ്ടാക്കുകയും ചെയ്യണം. ഇത് മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചതാണ്. നിങ്ങൾക്ക് നേരെയും വരും, അവര് ലക്ഷ്യം കാണുന്നതിൽ നിങ്ങളുടെ പേരുമുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പറയാനുള്ള കാരണം UN സഭയിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറാനിൽ തങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു പ്രദേശവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇറാനോടാണ് അത് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം രണ്ടാമത് മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന കൂടി പറഞ്ഞു. മിഡിൽ ഈസ്റ്റിന്റെ സർവ്വ മേഖലയും ഇസ്രായേലിന്റെ കണ്ണിന്റെ കാഴ്ച എത്തുന്നതാണ് എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. അതൊരു ഭീഷണി സ്വരമാണ്, അതൊരു മുന്നറിയിപ്പിന്റെ സ്വരവുമാണ്. അത് അവര് ഏറെക്കുറെ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച വന്നെങ്കിലും പിന്നീട് അതൊരു വിവാദമാക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞതോടുകൂടി അതും ഇതും ഒന്നാണെന്ന് കൂട്ടി വായിച്ചു. ഗസക്കാരെ സൗദി അറേബ്യ ഏറ്റെടുക്കണം, അവിടെ രാജ്യം സൃഷ്ടിക്കണം എന്നുള്ളത്. അപ്പോൾ എവിടേക്ക് വന്നിട്ടുണ്ട്? യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേലിന്റെ നിലപാട് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം അവർ തന്നെ മനസ്സിലാക്കി. അതോടുകൂടി അറബ് രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ തിരിഞ്ഞു. അമേരിക്കക്കെതിരെ അറബ് രാജ്യങ്ങൾ തിരിഞ്ഞതോടുകൂടി ഇറാന്റെ നിലപാടിനെ അറബ് രാജ്യങ്ങൾ ശരിവെച്ചു. അമേരിക്കയുമായിട്ട് അകലാൻ തുടങ്ങി. നിലപാട് കർക്കശമായിട്ടും കൃത്യമായ രീതിയിലും പറഞ്ഞു. സൗദി അറേബ്യ ആദ്യം അതിന് വെടിപൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഗസക്കാരെ മാറ്റാം എന്നുള്ളത് സ്വപ്നം മാത്രമാണ്, അവർ അവിടെ തന്നെ നിൽക്കും, അവിടെ സംസ്കാരം അവരുടെ ജീവിതം അവിടെയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അവിടെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇസ്രായേലുമായിട്ടുള്ള അബ്രഹാം കരാർ എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ഉണ്ടായതിനു ശേഷം മാത്രം ആലോചിക്കാവുന്ന ഒരു വിഷയമായി ഞങ്ങളത് മാറ്റിവെച്ചതാണ്. തൊട്ട് പുറകെ തന്നെ UAE ഈ നിലപാട് ആവർത്തിച്ച് പറഞ്ഞു. അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ഈ നിലപാടിലേക്ക് എത്തി. അപ്പോൾ അമേരിക്കയുടെ കഠിനമായിരിക്കുന്ന വാക്കുകളും ഇസ്രായേലിന്റെ കഠിനമായിരിക്കുന്ന വാക്കുകളും ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ നയങ്ങളും നിലപാടിനോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് അറബ് രാജ്യങ്ങൾ. അവർക്ക് അങ്ങനെ ചേർന്ന് നിൽക്കില്ലെന്ന് അവർക്ക് ബോധ്യമായത്
ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യമനെതിരെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം, നിങ്ങൾ ആയുധമായും സൈനികമായിട്ടും സഹായിക്കണം എന്നുള്ളതാണ്. ആയുധമായിട്ടും സൈനികമായിട്ടും സഹായിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ കൈവശത്തിൽ സൈന്യവും അതോടൊപ്പം തന്നെ ആയുധം ഇല്ലാത്തത് കൊണ്ടല്ല, പങ്കാളിത്തമുണ്ട് എന്ന് ഉറപ്പുവരുത്തും. ചെങ്കടലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്നതിനാൽ സൗദി അറേബ്യയോടും അത് പങ്കിടുന്ന ഈജിപ്തിനോടും UAE-യോടും ബഹ്റൈനോടും അമേരിക്ക നേരിട്ട് കൊണ്ട് പല ഘട്ടങ്ങളിൽ അഭിപ്രായം പറഞ്ഞു. പക്ഷേ സൗദി അറേബ്യ അത് ബൈഡന്റെ കാലത്താണ് സൗദി അറേബ്യ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തങ്ങൾ സഹായിക്കുന്ന സമയത്ത് അത് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ഗുണപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഫലസ്തീന് എതിരായിട്ട് നിൽക്കും. അതുകൊണ്ട് അവിടെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് യമനാണെങ്കിൽ യമന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, യമന്റെ അതിർത്തിയുടെ കടല് യമന്റേതാണ്. ഓരോ രാജ്യത്തിന്റെ അതിർത്തിയുടെയും കടലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ അവരുടെ രാജ്യത്താണ് എന്നതിനാൽ അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ ഇടപെടൽ നടത്തില്ല എന്ന് പറഞ്ഞതോടുകൂടി ആദ്യത്തെ തിരിച്ചടിയായി. ആദ്യത്തെ തിരിച്ചടിക്ക് ശേഷവും ഇവർക്കെതിരെ നയനിലപാടുകൾ മുഖ്യധാര മേഖലയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തയ്യാറായത് ഈ ഒരു ഘട്ടത്തിലാണ്. അതോടുകൂടി മുമ്പ് ഇബ്രാഹിം റൈസി എന്താണോ ജിദ്ദയിൽ കൂടിയ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അതിന്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന റൂട്ടിലൂടെ അറബ് ലോകം ഇപ്പോൾ എത്തിയിരിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു, ഞങ്ങൾ പതിറ്റാണ്ടുകളായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നയം നിലപാടും ഒക്കെ. നമ്മൾക്കെതിരെയാണ് അവർ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. നമ്മൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ രാജ്യ പുരോഗതി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, ഉണ്ടാക്കിയ പുരോഗതി സംരക്ഷിക്കാൻ ആയുധവും സൈനികപരമായിരിക്കുന്ന ഫലം തീർച്ചയായിട്ടും നമുക്ക് കിട്ടണം. അത് യഥാർത്ഥ അറബ് ലോകത്ത് മനസ്സിലായതാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ സമാധാനത്തിലുള്ള ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി അമേരിക്കയോട് ഈ സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ആ സൗദി അറേബ്യക്ക് UAE അറേബ്യൻ മേഖലകൾക്ക് വേണ്ടിയിട്ട് സമാധാനപരമായിരിക്കുന്ന ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി അനുമതി നൽകണമെന്ന് 2 പ്രാവശ്യമെങ്കിലും അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അമേരിക്ക അത് നിരസിച്ചു. അത് അനുവദിക്കാൻ തയ്യാറല്ല, നിങ്ങൾ പെട്രോളിയം ഉൽപ്പന്നത്തിൽ നിന്ന് ഈ വൈദ്യുതി ഉണ്ടാക്കിയാൽ മതി എന്നിട്ടാണ് അതിൻ്റെ മറുപടി പറഞ്ഞത്. അതൊരു നല്ലൊരു മറുപടിയായിട്ട് ഒരിക്കലും സൗദി അറേബ്യ അത് കണ്ടിട്ടില്ല. പിന്നെ UN സഭയിൽ ഇത് പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളതും UN സഭയിലുള്ള പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തി എന്നും റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ സൈനികപരമായിരിക്കുന്ന ബലമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇവരെ സമ്മതിച്ചിട്ടില്ല. ഇപ്പം നോക്കൂ, ഇറാൻ എന്ന് പറയുന്ന ഒരു സൈനിക ശക്തി മാത്രമാണ് ഈ സൈനിക സംഘത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലും പരസ്യം തന്നെ ഉള്ളതല്ല. ഇസ്രായേലിനെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ളവരെല്ലാവരും സഹായിക്കുന്നു. അതിനെ പ്രതിരോധിക്കുന്നത് പരസ്യമായി ഇറാൻ മാത്രമാണ്. സംഭവം റഷ്യയും ചൈനയും കുറേയൊക്കെ സഹായിക്കുന്നുണ്ടാവാം, ഞങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് ഇതുവരെ അവർ തുറന്നു പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ഇറാൻ മാത്രമാണ്. പലസ്തീൻ നിലനിൽക്കേണ്ട ഭൂപ്രദേശമാണ്, അവരും ഞങ്ങളുടെ സഹോദരന്മാരാണ്, അവരെ സംരക്ഷിക്കുക എന്നുള്ളത് മതപരമായും സാമൂഹ്യപരമായും ഞങ്ങളുടെ ബാധ്യതയും കടമയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിർവഹിക്കും. അതാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളെ ഏകോപിപ്പിക്കാൻ പല ശ്രമങ്ങളൊക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരെല്ലാവരും അമേരിക്കയ്ക്കും ഇസ്രായേലിനെതിരെ തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് പറഞ്ഞാൽ, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്താണോ ഇറാന്റെ നിലപാടുകളും സമീപനങ്ങളും അവർ മുന്നോട്ട് വെച്ച ദർശനം എന്താണോ അവിടേക്ക് അറബ് ലോകം എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിരിക്കുന്ന സത്യമാണ്.